വീട്ടിൽ മറ്റ് ആരുമില്ല, ഭാര്യയും 2 കുട്ടികളുമാണുള്ളത്, മറ്റു പ്രതികൾക്കൊപ്പം ഇരുന്ന് സംസാരിച്ചിട്ടില്ല, മനസ്സറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം. 9ഉം 2ഉം വയസ്സുള്ള 2 കുട്ടികളാണുള്ളത്. താൻ മാത്രമാണ് ഭാര്യയ്ക്കും കുട്ടികൾക്കും ആശ്രയം. കോടതി അലിവ് കാണിക്കണം തന്നോടും കുടുംബത്തോടും എന്ന് പറയുകയാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഇത്തരം വേളകളിൽ കേൾക്കുന്നതാണ്. പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, പ്രായമുള്ള അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റാരുമില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, താൻ മാത്രമാണ് അത്താണി, അങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന ചില വാദങ്ങൾ അത് പ്രതികൾ ഉന്നയിക്കുകയാണ്. അത് വളരെ വേഗം തന്നെ ഓരോരുത്തർക്ക് പറയാനുള്ളത് കേട്ട് മുന്നോട്ട് പോവുകയാണോ കോടതി ചെയ്യുന്നത്? അതാണ് അനുജ, അത് വളരെ വേഗത്തിൽ തന്നെ കോടതി കേട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ ഏതെങ്കിലും മാനുഷിക പരിഗണന ഇവർക്ക് നൽകണമോ എന്നത് മാത്രമാണ് കോടതിക്ക് മുന്നിലുള്ള ചോദ്യം. അതുകൊണ്ട് ഈ ഇളവിന് വേണ്ടി യാചിക്കുന്ന പ്രതികൾ സ്വാഭാവികമായും പറയാറുള്ളത് അവരുടെ കുടുംബ പശ്ചാത്തലം, പ്രായമായ മാതാപിതാക്കൾ, അതുപോലെ കുഞ്ഞുങ്ങൾ, ഭാര്യ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പറയാറുള്ളത്. ഇവിടെയും ഈ 6 പ്രതികളും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അതിൽ പൊട്ടിക്കരഞ്ഞ് മാർട്ടിൻ പറയുന്നത് വീട്ടിൽ ഏണിംഗ് മെമ്പർ ഞാൻ മാത്രമാണ് എന്ന് പറയുന്നു. മണികണ്ഠൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന നടത്തിയിട്ടില്ല, മനസ്സറിഞ്ഞ് ചെയ്തിട്ടില്ല ഒന്നും. 9ഉം 2ഉം വയസ്സുള്ള കുട്ടികളുണ്ട്, അവർക്ക് ആശ്രയം ഞാൻ മാത്രമാണ്, എന്നോടും കുടുംബത്തോടും അലിവ് കാണിക്കണം എന്നൊക്കെയാണ് ഈ മണികണ്ഠൻ പറയുന്നത്.